ഇപ്പോൾ മറ്റൊരു അപകട വാർത്ത ഇപ്പോൾ വരുന്നത് കണ്ണൂരിൽ ലോറി കുളത്തിലേക്ക് വീണു എന്നതാണ്. മക്കാനി ആനക്കുളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിറകിലേക്ക് പോയി കുളത്തിൽ വീഴുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപകടത്തിൽ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പരിക്കുകളോ യാത്രക്കാർക്കാരെങ്കിലും അതിൻ്റെ ഡ്രൈവറോ മറ്റോ പരിക്കേറ്റിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. ലോറി കുളത്തിലേക്ക് വീണു. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറിയാണ് പിറകിലേക്ക് പോയി കുളത്തിലേക്ക് വീണതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. സാരംഗ്, അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? പ്രജീഷ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തെക്കി ബസാർ മക്കാനി ആനക്കുളത്തിലേക്ക് ലോറി നിയന്ത്രണം വിട്ട് വീഴുന്നത്. പിറകോട്ടേക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പിറകോട്ടേക്ക് വരികയായിരുന്നു. ലോറിയിൽ ലോഡുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ഡ്രൈവറും ക്ലീനറും രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം ആഴമുള്ളൊരു കുളമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമായി മാറിയേനെ. അതുപോലെ തന്നെ ആ സമയത്ത് ആളുകൾ ഉച്ചസമയമായതിനാൽ തന്നെ ആളുകളൊന്നും തന്നെ പരിസര പ്രദേശത്തില്ലാതിരുന്നതും വലിയൊരു അപകടത്തിൽ നിന്ന് അപകടമാവാതിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ലോറി മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളിപ്പോൾ കുളത്തെല്ലാം ലോറിയുടെ പിന്നെ കെട്ടിവലിച്ച് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ടയറുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇനി മറ്റ് ഭാഗങ്ങൾ കൂടി വരേണ്ടതായുണ്ട്. പ്രധാനപ്പെട്ട ക്യാബിനടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും കുളത്തിനടിയിൽ തന്നെയാണ്. ഇപ്പോൾ ഓരോ വസ്തുക്കൾ, ഓയിലടക്കമുള്ള വസ്തുക്കൾ നമുക്കിപ്പോൾ കുളത്തിൽ പുറത്തേക്ക് വെള്ളത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം എഞ്ചിനടക്കമുള്ള ക്യാബിനടക്കമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുകയാണ്. തീർത്തും അത്ഭുതകരമായി തന്നെയാണ് ക്ലീനറും ഡ്രൈവറും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയാം. ആളുകളില്ലാതിരുന്നത് ഉച്ചസമയമായിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് തലകാലക്കി ഈ നാട് തന്നെ ഒരു വലിയ രക്ഷപ്പെടുകയാണ്. പ്രതീക്ഷ ശരി, സാരംഗാണ് അപകടത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. ഗൂഗിൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിൻ്റെ സ്വഭാവം, ആ പ്രദേശത്ത് ഇങ്ങനെ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണോ, എങ്ങനെയാണ് മറ്റേ അപകടത്തിലേക്ക് എത്തുമ്പോൾ നോക്കുമ്പോൾ അവിടെ പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ താഴ്ചയിലേക്ക് പോകാതിരുന്നത് ഭാഗ്യമാണ്. അങ്ങനെ അതിൻ്റെ ആഴമൊക്കെ ഉള്ള വിവരങ്ങൾ, ആഴം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, ജലാശയത്തിൻ്റെ ആഴം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിവായിട്ടുണ്ടോ? എന്തായാലും വലിയ ആഴമുള്ള ഒരു ജലാശയം തന്നെയാണ്, കുളം തന്നെയാണിത്. അതുമാത്രമല്ല നല്ല പടിക്കെട്ടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. ആളുകൾ സ്ഥിരമായി കുളിക്കാനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഇതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജലാശയമാണ് കണ്ണൂർ നഗരത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. ഉച്ചസമയമായതിനാൽ തന്നെ കുളത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, പരിസര പ്രദേശങ്ങളിലും തന്നെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണാം ലോറിയുടെ മുക്കാൽ ഭാഗവും ഇപ്പോൾ കരയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓയിലടക്കമുള്ള വസ്തുക്കൾ ഇപ്പോൾ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച, എഞ്ചിനിൽ നിന്നൊക്കെ തന്നെ പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഡ്രൈവറുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആളുകൾ ഇറങ്ങി കൃത്യമായി വടം അതുപോലെ തന്നെ ചങ്ങലകളൊക്കെ തന്നെ ഘടിപ്പിക്കുന്ന കുളത്തിൽ ഇട്ട് ടൈറ്റാക്കി മുകളിലേക്ക് ലോറി കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ 2 ടയറുകൾ കൃത്യമായി കരയിൽ തൊടുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ നേരത്തെ ഇതിനകത്ത് നിറയെ ലോഡ് ഉണ്ടായിരുന്നു. ഒട്ടേറെ അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ലോറി കരയിലേക്ക് ഉയർത്തുന്നത്. കാരണം ഭാരമുള്ള ലോറിയാണ്. അപ്പോൾ അതിൽ നിന്ന് പരമാവധി ഈ ഭാരം പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ ഒരു രക്ഷാപ്രവർത്തനം സുഗമമായി നടത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അതിലുള്ള വസ്തുക്കൾ, ഭാരമേറിയ വസ്തുക്കളൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കെട്ടി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനേകം ആളുകളുണ്ട്, നാട്ടുകാരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടിക്കൂടിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന്റെ സംഘമൊക്കെ എത്തി. വലിയ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അധികം സമയമെടുക്കാതെ തന്നെ വാഹനം കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം ആ വാഹനത്തിന്റെ കിടപ്പ് നോക്കുകയാണെങ്കിൽ. അതെ പ്രജീഷ്, എന്തായാലും ഇനി അധികം സമയം വേണ്ടി വരില്ല. വാഹനത്തിന്റെ മുൻവശത്തെ ടയറുകളും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് നിന്നൊക്കെ തന്നെ വെള്ളം പുറത്തേക്ക് പ്രവഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്യാബിനടക്കം ഇപ്പോൾ വെള്ളത്തിന് പുറത്തേക്ക് എത്തുന്ന കാഴ്ച. ഇപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ബോണറ്റുമായി ബന്ധപ്പെട്ട ഒരു മേഖല മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിനടിയിൽ കുടുങ്ങി നിൽക്കുന്നത്. ബാക്കി വാഹനത്തിന്റെ പിൻ ടയറും അതോടൊപ്പം തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ, ഇനി കൂടിപ്പോയ 5-10 മിനിറ്റിനകം തന്നെ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ അപകടങ്ങളൊന്നും തന്നെ ആവാതെ പോയി എന്ന് തന്നെയാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. കാരണം
നിയന്ത്രണം വിട്ട് വണ്ടി വരികയായിരുന്നു. വലിയൊരു ജലാശയത്തിലേക്ക് പതിക്കുന്നു. 2 ആളുകൾ ആ സമയത്ത് വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു. പരിസര പ്രദേശത്ത് ആളുകളില്ലാതിരുന്നതിനും കുളത്തിൽ ഉച്ച സമയമായതിനാൽ തന്നെ ആളുകളില്ലാതിരുന്നാലുമാണ് വലിയൊരു അപകടം വഴിമാറിപ്പോയത്. ഇപ്പോൾ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ആള് രക്ഷപ്പെട്ടത് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടിരുന്നോ? പ്രജീഷ്, എന്തായാലും ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളടക്കം നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്റ്റിയറിംഗ് അടക്കം നിയന്ത്രിച്ചുകൊണ്ട്, ടയർ അടക്കം നിയന്ത്രിച്ചുകൊണ്ട് മുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലേക്ക് തന്നെ നടക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ആളുകളൊക്കെ കുളത്തിലേക്ക് അടക്കം ഇറങ്ങി ലോറിയുടെ അടിഭാഗത്തടക്കം കൃത്യമായ രീതിയിൽ വടമടക്കം ഘടിപ്പിച്ച് മുകളിലേക്ക് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റുന്ന കാഴ്ച, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതികരണങ്ങൾ അല്പസമയത്തിന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പ്രജീഷ്, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് ലോറി കുളത്തിലേക്ക് വീഴുകയും മക്കാനി ആനക്കുളത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി പുറകിലേക്ക് പോയി കുളത്തിൽ വീഴുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അത്ഭുതകരമായിട്ടാണ് ഈ വണ്ടിക്കകത്ത്, ഈ ലോറിക്കകത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ഡ്രൈവറുണ്ട്, മറ്റൊരാളും ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്.